പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ് UDF-ന് മിന്നും വിജയം. സാക്ഷിയും പറയും വിജയം വിജയം തന്നെ. എന്നാൽ പൂങ്കോട്ട് രാഷ്ട്രീയം പറഞ്ഞോ മുന്നണികൾ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. UDF-ന്റെ ഈ വിജയം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയല്ലേ? LDF-UDF മത്സരത്തിൽ BJP വോട്ടുകൾ വിജയം നിർണയിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. ഇത് ദിശാബോധമുള്ള ഒരു രാഷ്ട്രീയ സമൂഹത്തിന് എത്രമാത്രം അംഗീകരിക്കാൻ കഴിയും? UDF-ന്റെ ഈ വിജയം ഒരു വനിത ഒറ്റയ്ക്ക് ഓടി നേടിയ വോട്ടുകളായി മാത്രമേ കാണാൻ കഴിയൂ. ചടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിയാസിന്റെ ചില തന്ത്രങ്ങളും വിജയത്തിന് പിന്തുണയേകിയെന്ന് പറയാം. ഇനി LDF-ന്റെ കാര്യം. LDF അവരുടെ വോട്ടുകൾ പരമാവധി നേടി അധിക വോട്ടും സമാഹരിച്ചു. അവർ രാഷ്ട്രീയം മറന്നു വ്യക്തിഹത്യയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷി അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതുമില്ല. LDF മനസ്സിലാക്കണം, ഒരു പ്രദേശം ആരുടെയും കുത്തകയല്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് LDF-നുള്ള ഒരു ജനതയുടെ താക്കീത് കൂടിയായാണ് സാക്ഷി കാണുന്നത്. എന്നാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് BJP വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. കുരിയോട് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെയും ആവർത്തിക്കുകയല്ലേ സംഭവിച്ചത്? അന്ന് LDF നേടി, ഇന്ന് UDF നേടി. അതുമാത്രം BJPക്ക് നഷ്ടങ്ങളും. ഒരു പാവത്തിനെ മത്സര രംഗത്തിറക്കി തോൽപ്പിച്ച് ബലി നൽകി എന്ന് BJPക്ക് ഒരു പേരുദോഷവും ഉണ്ടായി. അതിനപ്പുറം മറ്റൊന്നുമില്ല. വോട്ട് കച്ചവടമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മറിച്ചു പറയാൻ BJPക്ക് കഴിയുമോ? പൂങ്കോട് വാർഡിൽ നിന്നുള്ള എത്ര BJP പ്രവർത്തകർ ആ BJP സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണത്തിനിറങ്ങി? അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? സ്ഥാനാർത്ഥി നിർണയം പിഴയ്ക്കുമ്പോൾ പഞ്ചായത്ത് സമിതിക്ക്, BJPയുടെ പഞ്ചായത്ത് സമിതിക്ക് എന്തുത്തരം പറയാൻ കഴിയും? എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് BJP ഈ പരാജയത്തിലൂടെ അണികൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്? അടുത്തു വരുന്ന BJP സംഘടനാ തിരഞ്ഞെടുപ്പ്, ആ സംഘടനാ തിരഞ്ഞെടുപ്പിൽ പോലും ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടി വരില്ലേ? എന്തു തന്നെയായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തിരുത്തലിനും കൂടിയുള്ള വേദിയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സാക്ഷി TV എഡിറ്റോറിയൽ.